നിങ്ങള് SPB സാറിന്റെ വലിയ ആരാധകരാണ്. എൻറ്റയർ ഫാമിലി ആണോ അത് ചേട്ടൻ മാത്രമേ ഉള്ളോ? എൻറ്റയർ ഫാമിലി SPB സാറിന്റെ വലിയ ആരാധകരാണ്. അപ്പോൾ ആ ഒരു വിശേഷത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ മിയ? അതെ, എനിക്ക് തോന്നുന്നേ ചേട്ടൻ ആ പാട്ട് മാത്രമായിരിക്കും വീട്ടിൽ വെക്കുന്നത്. ഇവര് കേട്ട് 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 മോളൊക്കെ ഫാനായി പോയതായിരിക്കും. ആണോ? കൂടുതലായിട്ടും അതന്നെയാണ്. ഒരു കുട്ടി ഫാനിനെ കൂടി വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ചേട്ടൻ പറയൂ. എൻ്റെ പേര് സുധൻ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ കൈവേലി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഞങ്ങൾ 4 പേരും ഒരേ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഒരു അൺഎയ്ഡഡ് സ്കൂളിലാണ്. CBSE സ്റ്റേറ്റ് കലോത്സവത്തില് CBSE സ്റ്റേറ്റ് കലോത്സവത്തില് മിമിക്രി ഫസ്റ്റ് എ ഗ്രേഡ് ആണ്. ആരാണ് മോളുടെ ഗുരു? അച്ഛൻ തന്നെയാണ്. അച്ഛനാണോ? ഓക്കേ. ഞാൻ അദ്ദേഹത്തിന്റെ പാട്ടൊക്കെ മുന്നേ പാടുമായിരുന്നു. ഞാൻ ഓട്ടോക്കാരനിൽ ഇറങ്ങിയ സമയത്ത്, അന്ന് ആ സമയത്ത് ഈ ഡിജിറ്റൽ കമ്പോസർ ഡ്രംസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അന്നേരം ഞങ്ങൾ ഡ്രംസ് വായിച്ചിട്ട് ഞാനിങ്ങനെ വേദിയിലൊക്കെ വരുന്ന സമയമായിരുന്നു. അത്യാവശ്യം പാടും. ഡ്രമ്മറായിരുന്നു. ആ സമയത്ത് ഈ റോളിംഗ് ഒന്നും ഇല്ല. അതിന്റെ ഫസ്റ്റ് ബീറ്റ് തന്നെ അത് നമ്മള് ഫിംഗർ കൊണ്ട് മാത്രം ഡ്രംസിൽ വായിക്കുന്ന ഒരു സമയം. ഇങ്ങനെ ഇപ്പൊ തന്നെ നമുക്ക് ഒരു വൈബ് കിട്ടി കേട്ടോ. ഇതൊക്കെ ആ സമയത്ത് നമ്മൾ ഈ പാഡും റിതം കമ്പോസറൊക്കെ വരുന്ന സമയത്ത് ഞാൻ അന്നേരം കുട്ടിയാണ്. ആ സമയത്ത് നമ്മൾ കൈകൊണ്ട് വായിക്കുന്ന ഒരു സമയം. അങ്ങനെ അദ്ദേഹത്തിന്റെ പാട്ടുകളും അത്യാവശ്യം ഓട്ടോക്കാരനൊക്കെ പാടും, വന്ദേണ്ടവാൽക്കാരൻ പാടും. അങ്ങനെ പിന്നെ ശങ്കരാഭരണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ ഒരു എന്താ പറയാ വലിയ ആരാധന തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോ ചേട്ടന്റെ മനസ്സിൽ വരുന്ന ഒരു 4 വരി പാട്ട്, അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പെട്ടെന്നൊന്നും പാടാൻ പറഞ്ഞാൽ. ആട്ടോക്കാർ നാളും തെറിஞ்ச റൂട്ടുകാർ, ന്യായമുള്ള റേട്ടുകാർ, നല്ലവൻ താൻ കൂട്ടുകാർ, നല്ല പാടും പാട്ടുകാർ, ഗാന്ധി പിറந்த നാട്ടുകാർ, കമ്പെടുത്ത വേട്ടക്കാർ, എളിയ വന്ന് ഉറവുകാർ, ഇറക്കമുള്ള മനസ്സുകാരണ്ടാ, നാ ഏഴയ്ക്കെല്ലാം സ്വന്തക്കാരണ്ടാ, നാ എപ്പോഴും ഏഴയ്ക്ക് സ്വന്തക്കാരണ്ടാ, അച്ഛന അച്ഛത്താ ഗുമുക്കിന്ന ഗുമുക്കിത്ത അച്ഛന അച്ഛത്താ ഗുമുക്കിന്ന ഗുമുക്കിത്ത. ഇനി അതായത് ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ഇനിയും കുറെ കാര്യങ്ങൾ കാണാനുണ്ട്. മോൾക്ക് ഫസ്റ്റ് കിട്ടിയ എന്ത് ചെയ്തിട്ടായിരുന്നു മിമിക്രിയിൽ എന്തൊക്കെ സൗണ്ട്സ് എടുത്തത്? അത് കേരളത്തിന്റെ ഒരു മാറ്റമായിരുന്നു ചെയ്തത്. കൊറോണ വന്നതിന് ശേഷമുള്ളതും മുമ്പേ ഉള്ള കേരളത്തിന്റെ ഒരു മാറ്റമായിരുന്നു. അപ്പം നമ്മുടെ പാട്ടുകാരൊക്കെ ചേർന്ന് ഒരു ഗാനമേള പോലെ നടത്തിയിട്ട് അവരുടെ ഒക്കെ ശബ്ദം ചെയ്യാൻ പറ്റുമോ? ചാലക്കുടി പ്രസീത ചെയ്യാം. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. സംസാരിക്കുന്ന പോലത്തെ ഒരു വോയിസ് അല്ല, പാടുമ്പോ അല്ലെങ്കിൽ അവരുടെ എനർജി ഭയങ്കര കൂടുതലാണ്. അടിപൊളി. ഏതെങ്കിലും ഒരെണ്ണം കൂടി. വൈക്കം വിജയലക്ഷ്മി. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ വട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ